കോഴിക്കോട് ചെറുവണ്ണൂരിൽ സ്കൂൾ വിദ്യാർത്ഥിനിയെ സീബ്ര ലൈനിൽ സ്വകാര്യ ബസ് ഇടിച്ചു തെറിപ്പിച്ചു. കൊളത്തറ സ്വദേശിയായ ഫാത്തിമ റിനയെയാണ് അമിത വേഗതയിൽ വന്ന ബസ് ഇടിച്ചിട്ടത്. പെൺകുട്ടി അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. സമീർ സി മുഹമ്മദ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. സമീർ, ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമ്മളിൽ ആശങ്കയുണ്ടാക്കും. സീബ്ര ലൈനിലൂടെ കടക്കുന്ന ഒരു യാത്രക്കാരിയാണ് സ്വകാര്യ ബസ് ഒരു കൂസലുമില്ലാതെ ഇടിച്ചിട്ടിരിക്കുന്നത്. എനിക്കൊന്നു തലനാരിഴക്കാണ് അവർ രക്ഷപ്പെട്ടിരിക്കുന്നത്. എന്താണ് സംഭവം? എന്തൊക്കെയാണ് അതിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ? സമീർ. ഗോപി, വെള്ളിയാഴ്ചയാണ് ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന പെൺകുട്ടിക്ക് നേരെ ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാകുന്നത്. രണ്ടു വശവും നോക്കി വാഹനങ്ങളില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് ഈ പെൺകുട്ടി റോഡ് മുറിച്ചു കിടക്കുന്നത്. ഇതിനിടയിലാണ് സ്വകാര്യ ബസ് അമിത വേഗതയിൽ വരികയും ഈ പെൺകുട്ടിയെ ഇടിച്ചു തെറിപ്പിക്കുകയും ചെയ്തത്. ഏറെ ദൂരം ഈ പെൺകുട്ടി തെറിച്ച് വീണുവെങ്കിലും കാര്യമായ അപകടം ഉണ്ടായില്ല എന്നുള്ളതാണ് ആശ്വാസം നൽകുന്ന കാര്യം. ഉടൻ തന്നെ പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ തേടുകയും ചെയ്തു. എന്നാൽ കാര്യമായ അപകടങ്ങളില്ല എന്നുള്ള ഒരു പശ്ചാത്തലത്തിൽ, കാര്യമായ പരിക്കുകളില്ല എന്നുള്ളതിന്റെ പശ്ചാത്തലത്തിൽ പെൺകുട്ടിയെ വീട്ടിലേക്ക് മടക്കി അയക്കുകയായിരുന്നു. ഈ സംഭവത്തിൽ ഇപ്പോൾ നടപടി ആരംഭിച്ചിട്ടുണ്ട്. പോലീസിന്റെ നടപടി ആരംഭിച്ചിട്ടുണ്ട്. പോലീസ് ഈ ഡ്രൈവർക്കെതിരെ കേസെടുത്തിരിക്കുന്നു. നല്ലളം പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. IPC 279, 337 ഈ രണ്ട് വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ മോട്ടോർ വാഹന വകുപ്പ് നടപടി ആരംഭിച്ചിട്ടുണ്ട്. അമിത വേഗതയിലാണ് വാഹനം ഓടിച്ചതെന്നും അശ്രദ്ധയോടുകൂടിയാണ് വാഹനം ഓടിച്ചതെന്നും മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിൽ ഡ്രൈവറോട് ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഫറൂഖ് ജോയിന്റ് RTOയുടെ ഓഫീസിലെത്താനും മൊഴിയെടുക്കാനും നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ആ മൊഴിയെടുത്ത ശേഷം ലൈസൻസ് സസ്പെൻഡ് ചെയ്യും എന്നുള്ള കാര്യം കൂടി ജോയിന്റ് RTO വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട കാര്യം, കോഴിക്കോട് മഞ്ചേരി റൂട്ടിൽ ഓടുന്ന പാസ് എന്ന ബസ്സാണ് അപകടത്തിന് ഇടയാക്കിയിരിക്കുന്നത്. KL 53T 9623 നമ്പർ ബസ്സാണ്. ഈ ബസ്സിന്റെ പെർമിറ്റ് സസ്പെൻഡ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് നീങ്ങും എന്ന കാര്യവും മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. ഗോപി. ശരി, സമീർ സി മുഹമ്മദാണ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങൾ നൽകിയത്. അത്ഭുതകരമായ ആ പെൺകുട്ടി രക്ഷപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പോലും വലിയ നിയമലംഘനം ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിലേക്ക് RTI കടക്കുമെന്നാണ് കരുതേണ്ടത്.